ആർക്ക് വേണ്ടിയാണ് വരുന്നത്? 9-ാം അധ്യായം എബ്രായ ലേഖനം 28-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഈഗർലി വെയിറ്റിംഗ് ഫോർ ദോസ് ഹു ആർ ഈഗർലി വെയിറ്റിംഗ്. സ്തോത്രം. ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നവർ. ഡ്രസ്സൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് 8:45 വരുന്ന ബസ്സിന് കാത്ത് 8:30 റോഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സാണ് ബസ് വരുന്നുണ്ടോ ബസ് വരുന്നുണ്ടോ ബസ് വരുന്നുണ്ടോ എന്ന് നോക്കുന്ന മാനസികാവസ്ഥ. ഈഗർലി വെയിറ്റിംഗ്. ആ ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ള സഭയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. 2-ാം അധ്യായം 14-ാം വാക്യം, ഉത്തമഗീതം എടുക്കാം, വായിക്കാം. ആ ഈഗർലി വെയിറ്റിങ്ങിൻ്റെ ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് ശരിക്കും കിട്ടും. ഉത്തമഗീതം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. 2:14. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. മതി. മണവാളൻ വരികയാണ്. മണവാളൻ വിളിച്ചു പറയുകയാണ്, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ. അതെന്താ അങ്ങനെ ഒരു അലീഗറി സഭയ്ക്ക് വേണ്ടിയുള്ളത്? 14-ാം അധ്യായം ലേവ്യ പുസ്തകത്തിലേക്ക് വരാം. സഭയുടെ ആ ഉത്തമഗീതത്തിലെ ആ ആറ്റിറ്റ്യൂഡ്, ആ പ്രാവിൻ്റെ മനോഭാവം എന്താണെന്നറിയണമെങ്കിൽ നമ്മൾ ആ വേദഭാഗത്ത് വരണം. ഈ ഉത്തമഗീതം എന്നുള്ള പുസ്തകം ഉണ്ടല്ലോ, അത് കാനോനിൽ നിന്ന് വെട്ടിക്കളയാൻ വേണ്ടി യഹൂദൻ ശ്രമിച്ചപ്പം വിവേകാനന്ദൻ അവർക്കൊരു കത്തെഴുതി, നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്, നിങ്ങളുടെ പുസ്തക സമൂഹത്തിൽ നിന്ന് ഉത്തമഗീതം വെട്ടിക്കളയുന്നതോടുകൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഏറ്റവും വിശുദ്ധമായ പ്രണയത്തെക്കുറിച്ചുള്ള കാവ്യമാണ് നിങ്ങൾ തട്ടിക്കളയുന്നത്, അതുകൊണ്ടത് കളയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു റബ്ബി ഗുരുവും അത് തന്നെ പറഞ്ഞു, ബൈബിളിലെ മറ്റ് പുസ്തകങ്ങൾ വിശുദ്ധമാണെങ്കിൽ ഉത്തമഗീതം അതിവിശുദ്ധമാണ്. അത് മണവാളനും സഭയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആവിഷ്കാരമാണ്. ആ അർത്ഥത്തിൽ അത് കണ്ടാലേ അത് വായിക്കേണ്ട കാര്യമുള്ളൂ, അത് വായിച്ചിട്ട് കാര്യമുള്ളൂ. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. സ്തോത്രം. 14-ാം അധ്യായം ലേവ്യ പുസ്തകം വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്ത് ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായെന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം ഉള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള രണ്ട് പക്ഷി ദേവദാരു ചുവപ്പ് നൂൽ ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. പുരോഹിതൻ ഒരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവ് വെള്ളത്തിന്റെ മീതെ അറുപ്പാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി ദേവദാരു ചുവപ്പ് നൂൽ ഈസോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവ് വെള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിക്കുവാനുള്ളവന്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്നും വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ബാക്കി വായിച്ചപ്പോ കേട്ടല്ലോ. ജീവനുള്ള പക്ഷി പ്രാവ് 2 പക്ഷികളെ കൊണ്ടുവരികയാണ്. ഇതിൽ ആരുടെ കഴുത്താ പിരിച്ച് കൊല്ലാൻ പോകുന്നത്, ആരെയാണ് അറുത്ത് കൊല്ലാൻ പോകുന്നത് എന്ന ആധി നമ്മൾ വിചാരിക്കണം. അതിലൊരു പക്ഷിയെ അറുത്തു കൊല്ലുന്നു. 2 ഇണപ്പക്ഷികളാണ്, അതിലൊരു പക്ഷിയെ അറുത്തു കൊല്ലുന്നു. ഒരു പക്ഷിയെ അറുത്തു കൊല്ലുമ്പോൾ അടുത്ത പക്ഷി രക്ഷപ്പെടുകയാണ്. അത് രക്ഷപ്പെടാൻ കാരണം തനിക്ക് പകരം അറുക്കപ്പെട്ട ഇണപ്പക്ഷിയാണ്. സ്തോത്രം. എന്നിട്ട് ഈ ജീവനുള്ള പക്ഷിയെ ഈ രക്തം കലർന്ന വെള്ളത്തിൽ മുക്കിയിട്ട് പുറത്തേക്ക് പറത്തി വിടുകയാണ്. അത് അതിൻ്റെ കുടുംബക്കാർക്കിടയിലേക്ക് ചെല്ലും, കൂട്ടുകാർക്കിടയിലേക്ക് ചെല്ലും, സുഹൃത്തുക്കളായ പക്ഷിക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ചെല്ലും. അവർക്ക് ഈ പക്ഷിയെ മനസ്സിലാവില്ല. ഇതിൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ ചോര പുരണ്ടിരിക്കുന്നു. അവരതിനെ കൊത്തി ഓടിക്കും, കൂട്ടത്തിൽ ചേർക്കത്തില്ല. അത് വേറൊരു ഇണയോട് ചേരുകയുമില്ല. പ്രാവിന് മാത്രമുള്ള
സലീം അലിയുടെ പക്ഷി നിരീക്ഷണം, പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്ര ഗ്രന്ഥത്തിൽ പ്രാവിന് മാത്രമുള്ളൊരു സ്വഭാവമാണ് എന്താ, ഒരിണ ചത്തു കഴിഞ്ഞാൽ വേറൊരു ഇണയെ അത് തേടിപ്പോകില്ല. അത് മരിക്കുന്നത് വരെ ഒറ്റയ്ക്ക് ജീവിക്കും, ഒടുവിൽ ഒറ്റയ്ക്ക് ചത്തുണങ്ങി നിലത്ത് വീഴും. അതാണ് പ്രാവിൻ്റെ സ്വഭാവം. എന്നാൽ സലീം അലിയുടെ നിരീക്ഷണത്തിൽ കുരുവിയാകട്ടെ, ഒരിണ ചത്താൽ അടുത്ത 1 മണിക്കൂറിനകം അടുത്ത ഇണയെ അത് കണ്ടുപിടിച്ചിരിക്കും. അതും ചത്താൽ അതിനടുത്ത മണിക്കൂറിൽ അടുത്ത ഇണയെ കണ്ടുപിടിച്ചിരിക്കും. ഇണകളെ പുതിയത് കണ്ടെത്തുന്നതിൽ യാതൊരു സങ്കോചവുമില്ലാത്ത ഒരു ജീവിയാണ് ആര്? സ്തോത്രം, ഈ കുരുവി എന്ന് പറയുന്നത്. എന്നാൽ പ്രാവ് അങ്ങനെയല്ല. അതിൻ്റെ ഇണ മരിച്ചാൽ മരിച്ച ഇണയെ മാത്രം മനസ്സിലോർത്തുകൊണ്ട് തനിച്ച് ജീവിതം നയിക്കുന്ന വ്യക്തി ആണ് പ്രാവ്, പക്ഷിയാണ് പ്രാവ്. അതുകൊണ്ടാണ് ദൈവസഭയെ പ്രാവിനോട് ഉപമിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു എന്ന ഏക മണവാളൻ രക്താഭിഷിക്തനായി ചങ്കിലെ ചോര കുരിഞ്ഞ് പ്രാണന് വീണ്ടെടുപ്പ് നൽകി ആത്മാവിന്റെ പാപത്തിന് മോചനം നൽകിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്ന് നിരന്തരമായി വിചാരിച്ചു കൊണ്ടിരിക്കുന്ന മനോഭാവമുള്ള ദൈവത്തിന്റെ മക്കളെ ചേർക്കാനാണ് യേശു ക്രിസ്തു വരുന്നത്. സ്തോത്രം. പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മുടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാൽ സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര. പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. അതാണ് പ്രാവിൻ്റെ മനോഭാവം. എന്നിട്ട് ഈ പ്രാവ്, ഈ ചോര പൊതിഞ്ഞ പ്രാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? ഏതെങ്കിലും ഒരു ഉയർന്ന പാറയുടെ പർവ്വതത്തിൻ്റെ കടുന്തൂക്കിൽ ചെന്ന് അതിൻ്റെ വിടവിൽ കയറിയിരിക്കും. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അത് അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നങ്ങ് മരിക്കും. സഭയുടെ കാത്തിരിപ്പിൻ്റെ പ്രതീകാത്മക ചിത്രം ഉത്തമഗീതത്തിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. എത്ര ആഴത്തിലാണ് സഭ കർത്താവിനെ സ്നേഹിക്കേണ്ടത്, എത്ര ആഴത്തിലാണ് കർത്താവിനോടുള്ള അനുരാഗ ബന്ധനത്തിൽ ദൈവസഭ ഇരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. നമ്മിൽ ആരൊക്കെയാണ് അതുപോലെ കർത്താവിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്നത്? എനിക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ മുഖം മനസ്സിലോർത്തുകൊണ്ട്, എൻ്റെ വീണ്ടെടുപ്പ് മനസ്സിൽ കണ്ടുകൊണ്ട്, നെഞ്ച് പിളർന്ന് രക്തമൊഴുക്കി എൻ്റെ വീണ്ടെടുപ്പ് നിവർത്തിച്ച എൻ്റെ ഇണപ്രാവ് അവിടുന്ന് എന്ന് വരും കർത്താവ് എന്നുള്ള നിലവിളി എത്ര ഹൃദയങ്ങൾക്കകത്തുണ്ട്. പണ്ടുണ്ടായിരുന്നു. 60 70 വർഷങ്ങൾക്ക് മുൻപ് ആ നിലവിളി ഉണ്ടായിരുന്നു. ആ നിലവിളി ഇന്നില്ല. ഈ മീറ്റിംഗ് എന്തിനാ വെച്ചതെന്നറിയാമോ? പരിശുദ്ധാത്മാവ് ആ നിലവിളിയിലേക്കൊന്ന് മടങ്ങി വരാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ജീവിതത്തിന് ചുറ്റും കൂടിയപ്പോൾ ധനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ജീവിത ബന്ധങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും ഒക്കെ കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും എന്ന് വ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ജീവിതത്തിന് വേണ്ടി മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന പെന്തക്കോസ്ത് ഗോളമേ മടങ്ങി എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. തിരഞ്ഞെടുപ്പുള്ള ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ഓഹരിയായവർ മടങ്ങി വരട്ടെ. അവരുടെ ഹൃദയത്തെ ബന്ധിച്ചിരിക്കുന്ന ലോകമോഹത്തിന്റെ ബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറിപ്പോകട്ടെ. അവരുടെ കണ്ണുകൾക്കിൽ തിമിരം പോലെ മൂടിയിരിക്കുന്ന ലോക കാഴ്ചകളുടെ സൗഭാഗ്യ ദർശനങ്ങൾക്ക് പകരം ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിന്റെ തകർക്കപ്പെട്ട രൂപം ഓരോ ഹൃദയത്തിലും വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം. ആ മാനസികാവസ്ഥയുള്ള പ്രാവിൻ്റെ സഭ എന്ന സഭയുടെ പ്രതീകമായിട്ട് വെച്ചിരിക്കുക പ്രാവിനെ. ആ പെൺകുട്ടി ശൂലേമിയാൾ, ആ കഥാപാത്രം
സഭയ്ക്ക് പ്രതീകമാണ്. ആ കഥാപാത്രത്തിൻ്റെ മനസ്സൊന്ന് പഠിച്ചാൽ 4-ാം വാക്യം 1-ാം അധ്യായം ഉത്തമഗീതം വായിക്കാം. നിന്റെ പിന്നാലെ എന്നെ വലിക്ക. നിന്റെ പിന്നാലെ എന്നെ വലിക്ക. ഇതെപ്പോഴാ സംഭവം എന്നറിയോ? ഞാനൊരു 4-5 വേർഷൻസ് തുറന്നു വെച്ചിട്ട് ആ ഒറ്റ വാക്യം പഠിച്ചപ്പോൾ എനിക്ക് 4-5 പോയിന്റ് കിട്ടി. രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഒരുമിച്ച് ഓടിപ്പോക, നമുക്ക് നിന്റെ മുറിയിൽ പോകാം, നമുക്ക് വീഞ്ഞു കുടിക്കാം, ലഹരിയിൽ ഡ്രിങ്ക് ഡീപ്പ്, കണ്ടമാനം കുടിക്കാം, ലഹരിയിൽ നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെടുത്തി കളയാം. അത്രയും കാര്യങ്ങളാണ് ആ പോർഷനിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ മലയാളത്തിൽ മാത്രം വായിച്ചാൽ നിങ്ങൾക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്താ സംഭവം? ഒരു ഇടയ പെൺകുട്ടിയെ സോളമൻ ഒരു പ്രത്യേക താല്പര്യം തോന്നി. കേദാര കൂടാരങ്ങളെപ്പോലെ കറുപ്പുള്ളവൾ, കറുപ്പിൻ്റെ സൗന്ദര്യം പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് തോന്നി. അവളെ ബലമായി പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് വന്നു. സോളമൻ്റെ പ്രത്യേകത എന്താ? മനുഷ്യവർഗത്തിന് പ്രമോദമായ അനവധി സ്ത്രീജനങ്ങളെ സമ്പാദിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കൊട്ടാരങ്ങളിൽ നിന്ന്, പ്രഭുകുടുംബങ്ങൾക്കകത്ത് നിന്ന്, വിവിധ ജനവംശങ്ങൾക്കകത്ത് നിന്ന് ഓരോ ഭാര്യയെ വീതം എടുക്കുക എന്നതായിരുന്നു സോളമൻ്റെ ഹോബി എന്ന് പറയുന്നത്. ഹോബിയും കൊണ്ട് അവസാനം നരകത്തിലോട്ട് പോയി, അത്രയേ ഉള്ളൂ പറയാൻ എനിക്ക്. സ്തോത്രം. അങ്ങനെ ഇവൻ നടക്കുമ്പോൾ, രഥമോടിച്ച് പോകുമ്പോൾ ഒരു കറുത്ത ഇടയ പെൺകുട്ടിയെ കണ്ടു. അവൾക്ക് എന്തോ പ്രത്യേകത തോന്നി. അവളെ തേരിൽ കയറ്റി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജകുമാരി, രാജ്ഞിമാർ, പ്രഭുകുമാരിമാർ ഈ സോളമന്റെ ഭാര്യമാരിൽ ഒരാളാകാൻ വേണ്ടി കാത്തിരിക്കുന്ന കാലമാണത്. അത്രമാത്രം പ്രതാപശാലിയും മഹത്വവാനുമായ സോളമന്റെ പട്ടമഹിഷി ആയില്ലെങ്കിലും ദാസിയെങ്കിലുമായെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ലോകരാഷ്ട്രങ്ങളിൽ അക്കാലത്തെ പ്രഭുകുമാരിമാർ കൊതിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഈ ഒന്നിനും കൊള്ളാത്ത പഴകി ദ്രവിച്ച് നാറുന്ന വസ്ത്രം ധരിച്ച ഈ ഇടയ കന്യകയെ, സ്തോത്രം, ഈ കൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. ഉടനെ അവൾ അതിൽ അത്ര താല്പര്യം കാണിച്ചില്ല. അവളുടെ ചുണ്ടുകൾ പിറുപിറുക്കുന്നുണ്ട്. നിന്റെ പിന്നാലെ എന്നെ വലിക്ക. അതെന്താ അതിനർത്ഥം? സോളമന് മനസ്സിലായില്ല. പക്ഷെ ഒന്ന് മനസ്സിലായി, അവൾ ഹൃദയം കൊണ്ട് എന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്ത്, യെരുശലേമിൽ തോഴിമാരായിട്ട് നിൽക്കുന്ന പുത്രിമാരുടെ കയ്യിലേക്ക്, കുറേ തോഴിമാരായ പെൺകുട്ടികളുടെ കയ്യിലേക്ക് ഇവളെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവളുടെ മനസ്സൊന്ന് വശീകരിച്ച് എനിക്ക് തരണം. നിങ്ങൾ എന്നെക്കുറിച്ച് നന്നായിട്ടൊന്ന് പൊക്കിയടിക്കണം, നന്നായിട്ടൊന്ന് വാഴ്ത്തിപ്പാടണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ടാണ് പാട്ടുകാരൻ എഴുതിയത്, യെരുശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകൽ. നമുക്ക് കർത്താവിനോടുള്ള പ്രണയം, കർത്താവിനോടുള്ള അതിതീക്ഷ്ണമായ സ്നേഹം, യെരുശലേം പുത്രിമാരെന്ന് പറയുന്ന ലോകത്തിൻ്റെ ഏജൻസികൾ നമ്മളുടെ അകത്ത് നിന്ന് എടുത്ത് ലോകത്തിലേക്കാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. സോളമൻ്റെ മഹത്വത്തിലേക്ക്, ലോകത്തിൻ്റെ രാജാവിൻ്റെ മഹത്വത്തിലേക്ക്, ഈ ലോകത്തിൻ്റെ അധിപതിയുടെ മഹത്വ പ്രതീക്ഷകളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ആ ചിത്രമാണ് ആ പാട്ടിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അപ്പോൾ ആ തോഴിമാരെന്ത് ചെയ്യുന്നറിയാമോ? ഇവളെയും കൊണ്ട് സോളമൻ്റെ കൊട്ടാരത്തിൻ്റെ മനോഹാരിമാത നിറഞ്ഞ മുറികൾ കാണാൻ വേണ്ടി കൊണ്ടുപോയി. ഒരു മുറിയിലോട്ട് കയറിയപ്പം അവിടെ അതാ, സ്തോത്രം, ദന്തം കൊണ്ടൊരു സിംഹാസനം പണിത് തങ്കം കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഇരിക്കാനൊരു കൊരണ്ടി പലക പോലും ഇല്ലാത്ത ഈ ഇടയപ്പെണ്ണിൻ്റെ ഇടയ കുടിലിൽ നിന്ന് അവൾക്കൊരിക്കലും സ്വപ്നം കാണാത്ത മഹത്തരമായൊരു പദവി ഇവിടെ കാത്തിരിക്കുകയാണ് അവൾക്ക്. സോളമനെ കല്യാണം കഴിച്ചാൽ നിനക്ക് ഈ പദവി കിട്ടും, ഈ സിംഹാസനത്തിൻ്റെ ഓരത്ത് നിനക്ക് ഇരിക്കാൻ പറ്റും, അവൻ്റെ പട്ടമഹിഷിയായിട്ട് നിനക്ക് ഇരിക്കാൻ പറ്റും. അവളുടെ മനസ്സ് പെട്ടെന്ന് ഒരു നിമിഷ നേരത്തേക്ക് അതൊന്ന് കൊതിച്ചു. ആ ഇരിക്കുന്ന ഇരിപ്പൊന്ന് കൊതിച്ചു. പെട്ടെന്ന് അവൾ മലഞ്ചെരിവിൽ ആടുകളെ കാക്കുന്ന അവളുടെ ഇടയനെ കുറിച്ച് ഒന്നോർത്തു. മനസ്സുകൊണ്ടറിയാതെ അവൾ പറഞ്ഞു, അവളുടെ വാക്കുകൾ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നു, എന്നെ പിടിച്ചു വലിക്കുക, നിന്റെ പിന്നാലെ വലിച്ചു കൊണ്ടുപോവുക, രാജാവിൻ്റെ പള്ളിയറകളിൽ നിന്ന് എന്നെ വലിച്ചു കൊണ്ടുപോവുക, എൻ്റെ മനസ്സിങ്ങോട്ട് ചാഞ്ഞു പോകുന്നു. വിലയേറിയ രത്നങ്ങൾ, രത്നമാലകൾ, സ്വർണം, മുത്ത്, വെള്ളി, അതുപോലെ തന്നെ സ്തോത്രം വിലയേറിയ പട്ടുവസ്ത്രങ്ങൾ, ഇങ്ങനെ ആ രാജധാനിയിലെ പെൺകുട്ടിയുടെ മനസ്സിനെ ആകർഷിക്കാൻ പറ്റുന്ന സകല ആഡംബര പൂർണ്ണതകളും ഈ തോഴിമാർ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ നിൻ്റേതായി മാറും, നിൻ്റെ ഇടയ കുടിലിൽ നിനക്ക് എന്തുണ്ട്, ഇത് മുഴുവൻ നിൻ്റേതായി മാറും. അപ്പോഴും അവൻ പറഞ്ഞു, നിൻ്റെ പിന്നാലെ എന്നെ വലിക്ക. ഈ തോഴിമാർക്ക് അത്ഭുതമായി. അലീഗറിക്കലായിട്ടാണ് ഞാനത് പറയുന്നത്. തോഴിമാർക്ക് അത്ഭുതമായി. എടോ, ആരുടെ കാര്യമാണ് നീ പറയുന്നത്? എനിക്കൊരു ഇടയനുണ്ട്,
അവനുമായി ഞാൻ പ്രണയബദ്ധയാണ്, അവനെ അല്ലാതെ മറ്റൊരാളെ എനിക്ക് വരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവളുമാർ പറയാ, ഞങ്ങൾക്കും പ്രിയന്മാരുണ്ട്. ഓരോ പ്രിയനല്ല, പല പ്രിയന്മാരും ഇത് ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അടുത്ത പ്രിയനെ കിട്ടിയാൽ നമ്മൾ പിടിക്കാൻ റെഡിയാ. രാജാവ് ഇത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ, പറഞ്ഞായിരുന്നേ നമ്മൾ അപ്പം ഏറ്റെടുത്തല്ലേ. നിന്റെ പ്രിയൻ എന്ത് വിശേഷതയുള്ളൂ? അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 അതിശ്രേഷ്ഠൻ, സുന്ദരൻ. ഇടയനോ? പിഞ്ചി തുടങ്ങിയ വികൃത വസ്ത്രങ്ങൾ ധരിച്ച് ആടുകൾക്ക് പിന്നാലെ ആടിൻ്റെ പാൽ കറന്നു കുടിച്ച് ആടിൻ്റെ നാറ്റവും കൊണ്ട് സഞ്ചരിക്കുന്ന, ആരും വിലമതിക്കാത്ത ലോ പ്രൊഫൈലായ ഒരു ഇടയൻ്റെ കാര്യമാണോ നീ പറയുന്നേ? പ്രിയപ്പെട്ട തോഴിമാരെ, നിങ്ങൾ കാണാത്ത ഒരിടയനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മറ്റു ചിലത് അനുഭവിച്ചിട്ടുണ്ട്. ഉത്തമഗീതം 8:5 എഴുതിയിരിക്കുന്നത് പോലെ, നാരകത്തിൻ്റെ ചുവട്ടിൽ വച്ചല്ലോ ഞാൻ നിന്നെ ഉണർത്തിയത്. സ്തോത്രം. മണവാട്ടിയോട് മണവാളൻ സംസാരിക്കുക. അവിടെയല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചിട്ടത് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ പെൺകുട്ടിയുടെ ഇടയ കുലത്തിൻ്റെ ചരിത്രം എന്താണെന്നറിയാമോ? പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കാത്ത, അത്യാവശ്യം ആൺപിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ജനിക്കുന്ന പെൺകുട്ടിയുടെ വായിൽ എന്തെങ്കിലും വിഷം കൊടുത്ത് കൊല്ലുകയോ അതിനെ വലിച്ചെറിഞ്ഞ് കളയുകയോ ചെയ്യുന്നൊരു സംസ്കാരമാണ്. പണ്ടത്തെ ഊസലംപെട്ടി കഥകൾ കേട്ടിട്ടില്ലേ? പെൺകുട്ടി ജനിക്കുന്ന രാത്രിയിൽ, അത് രാത്രിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വായിലേക്ക് മുലപ്പാലിന് പകരം ഈ എരുക്കിൻ്റെ കറ ഇറ്റിക്കും. ആ എരുക്കിൻ്റെ കറ അതിനകത്തോട്ട് ചെന്ന് പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ കൊന്നുകളയും. അതുകൊണ്ടാണ് ഊസലംപെട്ടിയിൽ പെൺകുട്ടികൾക്ക് എണ്ണം കുറവ്. പെണ്ണിനെ ആർക്കും ഇഷ്ടമല്ല. ഒരു പെണ്ണ് മകൻ എന്നതിന് മകൾ എന്ന് കേൾക്കുന്നത് പലർക്കും ഇഷ്ടമല്ല. പക്ഷേ ഇന്ന് ആളുകൾക്ക് മകളെ മതി. മകൾ എന്ന പുഷ്പം എല്ലാ തോട്ടത്തിലും വിടരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് മക്കളാണ്, പെൺമക്കളാണ് പല കുടുംബങ്ങളുടെയും അടിത്തറ. പെൺമക്കളാണ് പല സഭകളുടെയും വരുമാന സ്രോതസ്. പെൺമക്കളാണ് കുടുംബത്തിൻ്റെ ഉദ്ധാരണത്തിന് സഹായമായി നിൽക്കുന്നത്. യോജിക്കുന്ന ആൾക്കാരൊന്ന് കൈവയ്ക്ക് ഒരു സ്തോത്രം പറയാവോ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പെൺകുട്ടികളാണ് ഇന്ന് സമൂഹത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെണ്ണായിപ്പോയി എന്നതിൽ സന്തോഷിക്കുക വേണ്ടത്. ആൺപിള്ളേരെ പഠിപ്പിച്ച് വളർത്തിയിട്ട് വലിയ പ്രയോജനമൊന്നും പലയിടത്തുമില്ല. അതേസമയം പെൺപിള്ളേരാണെങ്കിൽ പഠിപ്പിച്ചാൽ പഠിക്കും, വളരും, കൃത്യമായ ഉത്തരവാദിത്വത്തിലേക്ക് ചെല്ലും. സ്ത്രീകൾ ഭരിക്കുകയും ചുറ്റി പരിപാലിക്കുകയും ചെയ്യുന്ന കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇടയ പെൺകുട്ടിയെ കൊന്നുകൾ വീട്ടുകാർ ഓരോരുത്തരായി വന്നു നോക്കി. അവളെ പെറ്റിട്ട രാത്രിയിൽ പെണ്ണ, അയ്യോ, പെണ്ണ, അയ്യോ, കഷ്ടം. ആ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. തോഴിമാരെ, എന്നെ പെറ്റിട്ട രാത്രിയിൽ. ഒടുവിൽ എന്നെ കൊന്നുകളയാൻ അവർ തീരുമാനിച്ചു. ഒരു നാരകത്തിൻ്റെ കീഴിലേക്ക് എന്നെ അവർ വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഉറക്കെ അവിടെ കിടന്ന് കരഞ്ഞു. എൻ്റെ ശരീരം ഉറുമ്പുകൾ പൊതിഞ്ഞു. ആരെങ്കിലും എൻ്റെ ശബ്ദമൊന്ന് കേട്ടിരുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ ഒന്ന് വന്നെടുത്തിരുന്നെങ്കിൽ, ആരെങ്കിലും എൻ്റെ തൊണ്ടയിൽ ഒരു തുള്ളി വെള്ളം ഇറ്റിച്ച് തന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് ഹൃദയ തകർച്ചയോടെ ഞാൻ വെളുക്കുവോളം കരഞ്ഞ് തളർന്ന് ബോധം കെട്ടു. പിന്നെയും എപ്പോഴോ ബോധം വന്നപ്പോൾ ഞാൻ ഉറക്കെ കരഞ്ഞു. ആളുകൾ അതുവഴി പോകുന്നുണ്ട്. ചിലരൊക്കെ കരച്ചിൽ കേട്ടിട്ട് കേൾക്കാത്ത മട്ടിലാണ് പോകുന്നത്. രാജകൊട്ടാരത്തിൽ ജോലിയുള്ളവരും പുരോഹിതന്മാരും ഒക്കെ അതുവഴി വന്നു. ജനസേവ പ്രവർത്തകർ അതുവഴി വന്നു. ചാരിറ്റബിൾ സൊസൈറ്റിക്കാർ അതുവഴി വന്നു. എൻ്റെ കരച്ചിൽ കേട്ടിട്ട് ചിലർക്കൊക്കെ പ്രയാസം തോന്നി, വേദന തോന്നി, സങ്കടം തോന്നി. അയ്യോ പാവം, ആരാണ്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞ കൊച്ചല്ലേ അത് എന്ന് വിചാരിച്ചു. പക്ഷെ അവരാരും എൻ്റെ അടുക്കലേക്ക് വരുവാൻ, എന്നെ ഒന്ന് സന്ദർശിക്കുവാൻ, എന്നെ ഒന്ന് തൊടുവാൻ തയ്യാറായില്ല. എന്നെ തൊടാൻ പ്രയാസമാണ്. കാരണം നാരകത്തിൻ്റെ താണ് പൊക്കം കുറഞ്ഞ് പരന്ന് നീണ്ട് വിടർന്ന് വിശാലമായി കിടക്കുന്ന കമ്പുകളിലെ മുള്ളുകൾ അതിശക്തമായതുകൊണ്ട് അതിനെ അതിജീവിച്ചു വരുവാൻ ആർക്കും സാധ്യമല്ലായിരുന്നു. മന്ത്രിമാരിൽ പലരും അതുവഴി പോയി. ശലോമോൻ രാജാവ് അതുവഴി പോയി. ആരും എന്നെ ശ്രദ്ധിച്ചില്ല. എനിക്ക് മനസ്സിലായി, ഈ നാരകത്തിന് കീഴിൽ കിടന്ന് തൊണ്ട ഉണങ്ങി ഞാൻ ഉണങ്ങി മരിച്ചു പോവുകയുള്ളല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആടുകളുടെ ശബ്ദം കേട്ടു.
ഏതോ ഒരു ഇടയൻ ആടുകളുമായി വരികയാണ്. ഞാൻ പിന്നെയും കരയാൻ തുടങ്ങി. സ്തോത്രം. എൻ്റെ ശബ്ദം കേട്ടിട്ട് ആ ഇടയൻ അവിടെ നിന്നു. സ്തോത്രം. അവൻ്റെ ആടുകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അവൻ്റെ ആടുകളെ ശ്രദ്ധിക്കാതെ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം മാത്രം കേട്ടുകൊണ്ട് അവൻ അവിടെ നിന്നു. പതുക്കെ പതുക്കെ അവൻ ഞാൻ കിടക്കുന്ന സ്ഥലത്തോട്ട് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. സ്തോത്രം. അവൻ്റെ കണ്ണുകൾ ജലം നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ കണ്ണുകളിൽ കരുണയുടെ ആഴമുള്ള കടൽ തിളയ്ക്കുന്നത് ഞാൻ കണ്ടു. ആ മുള്ളുകൾക്കിടയിലൂടെ അവൻ എന്നെ നോക്കി. അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊട്ടി വീഴുന്നത് ഞാൻ കണ്ടു. പക്ഷെ അവന് വന്നെന്നെ എടുക്കാനാവില്ല, ആ മുള്ളുകൾ അത്ര ശക്തമാണ്. പിന്നീട് ഞാൻ കണ്ട കാഴ്ചയുണ്ടല്ലോ പ്രിയപ്പെട്ട തോഴിമാരെ, ഒരിക്കലും മറക്കാനാവില്ല. ആ കൂർത്തുമൂർത്തു മുള്ളുകൾ ശക്തിയോടെ നിറഞ്ഞു വീശി നിൽക്കുന്ന ആ ചെടിക്കമ്പുകൾക്കിടയിലൂടെ അവൻ എന്നെ എടുക്കേണ്ടതിന് വരുന്നത് ഞാൻ കണ്ടു. അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ കൈകാലുകളിൽ, അവൻ്റെ നെഞ്ചിൽ, അവൻ്റെ കവിളിൽ ആ മുള്ളുകൾ തലങ്ങും വിലങ്ങും കയറി കീറി രക്തം പുഴ പോലെ ഒഴുകുന്നത് ഞാൻ കണ്ടു. എന്നിട്ടും അവൻ്റെ കണ്ണുകൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. തൻ്റെ സ്വന്തം പ്രാണരക്തം ഒഴുക്കിക്കളഞ്ഞ് ശരീരം മുഴുവൻ നുറുക്കപ്പെട്ട് അടിമേടിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ച് എന്നെ എടുത്തുകൊണ്ടുപോയി അവൻ എന്നെ തനിക്ക് വേണ്ടിയാ വളർത്തിയത്. ഞാൻ അവനുള്ളവൾ, അവൻ എനിക്കുള്ളവൻ. ആ രക്തത്തുള്ളികളിൽ ഒന്നിന്റെ പോലും വില സോളമന്റെ കൊട്ടാരത്തിന്റെ സർവ്വ ആഡംബരങ്ങൾക്കുമില്ല. ഞാൻ അവന്റെ മുറിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു. അവനോടൊപ്പം ഇരുന്ന് ലഹരി പാനം ചെയ്ത് ആ ലഹരിയിൽ ഞങ്ങൾ സ്വയം നഷ്ടപ്പെടണം. അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എനിക്കൊന്നേ ആഗ്രഹമുള്ളൂ. ഒന്നേ ഉള്ളെനിക്കാനന്ദമുലകിൽ എൻ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേ ഉള്ളെനിക്കാനന്ദം ഉലകിതിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോലൊന്നേ ഉള്ളെനിക്കാനന്ദമുലകിലൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എനിക്ക് അവൻ്റെ കൂടെ ഇരുന്നാൽ മതി, എനിക്ക് അവൻ്റെ കൂടെ ജീവിച്ചാൽ മതി. അവൻ്റെ ഇടയക്കുടിലിൻ്റെ സ്തോത്രം മണൽ പരപ്പിൽ എനിക്ക് കിടന്നുറങ്ങിയാൽ മതി. അവൻ എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ. ആ ഇടയക്കുടിലിലെ പുകമണത്തിൽ എനിക്ക് ജീവിച്ചാൽ മതി. അവൻ എന്നോട് കൂടെ ഉണ്ടാകുമല്ലോ. ദാവീദിന് ആ മനസ്സ് നമ്മൾ കാണുന്നു. സ്വന്തം മകൻ അവനെ സിംഹാസനത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന്, കൊട്ടാരത്തിന്റെ ശീതളിമയിൽ നിന്ന് അടിച്ച് ചാടിച്ച് പുറത്താക്കിയപ്പോൾ കാട്ടിലൊരു ഒരു പ്രൈസ്തലോട് ഒരു ഗുഹയ്ക്കകത്ത് കയറിയിരുന്ന് അവിടെ ഇരുന്ന് കർത്താവിനെ ധ്യാനിച്ചിട്ട് അവൻ പറയുകയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലധികം സന്തോഷം നീ എനിക്ക് തന്നിരിക്കുന്നു. എനിക്ക് അവൻ്റെ കൂടെ ഇരുന്നാൽ മതി. ആ മനസ്സുണ്ടെങ്കിലേ പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ എന്നുള്ള കർത്താവിൻ്റെ വിളി കേൾക്കാൻ പറ്റൂ. ഇന്ന് രാത്രി കർത്താവിനോട് നന്ദി ഉണ്ടാവട്ടെ. ആ ഇടയനേക്കാൾ എത്ര വലിയ കാര്യമാണ് അവൻ ചെയ്തത്. കാൽവരിയുടെ ഗിരിതടങ്ങളിൽ അവൻ്റെ കൈകൾ വലിച്ചു വിരിച്ചു കുരിശിൽ തറച്ചു. അവൻ്റെ കാലുകൾ, പാദങ്ങൾ പരമാവധി ഒടിച്ച് നിവർത്തി കുരിശിൽ തറച്ചു. ആ ശരീരം സ്തോത്രം വലിഞ്ഞു നിൽക്കുവാണ്. ഒരു കുഴിയിലോട്ട് എടുത്തിട്ടു. ഒന്ന് തൂങ്ങി ഒലഞ്ഞു. ശ്വാസം എടുക്കാൻ പറ്റൂല. ശ്വാസം എടുക്കണമെങ്കിൽ ഈ താഴെ കാല് തറച്ചു വെച്ചിരിക്കുന്ന ആണിയിലോട്ട് കാല് ഊന്നണം. സ്തോത്രം. ഊന്നിട്ട് മുമ്പോട്ട് കുതിക്കണം. ഒരു ശ്വാസം എടുക്കുവാൻ എൻ്റെ കർത്താവ് എത്ര കഷ്ടപ്പെട്ടു എന്നത് ഇന്ന് രാത്രി നിൻ്റെ ഹൃദയത്തിൽ ഓർമ്മയായി പുനർജനിക്കണം. ഒരൊറ്റ ശ്വാസം എടുക്കുവാൻ അവൻ്റെ തലയിൽ അവരൊരു മുൾമുടി വെച്ചു. സ്തോത്രം. അത് തറച്ച സ്ഥലത്തു നിന്ന് രക്തം താഴേക്കൊഴുകി ഒരു കണ്ണിലേക്കൊരു മുള്ളു വന്ന് കുത്തി. ആ കണ്ണ് തൂങ്ങി പാതി അടഞ്ഞുപോയി. വിചാരിച്ചു നോക്ക കർത്താവിനെ.